പശ്ചിമേഷ്യയിലെ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം അത്യന്തം സങ്കീർണമാണ്. ഇറാന്റെ സൈനിക നീക്കങ്ങളും അതിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങളും വ്യോമപാതകളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന ഭീതി നിലനിൽക്കുകയാണ്. ഇതിന്റെ ഫലമായാണ് വിദേശ വിമാന കമ്പനികൾക്ക് ദുബായിലേക്ക് ദിവസേന ഒരു സർവീസ് മാത്രമായി പരിമിതപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചത്. 2026 മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ഈ നിയന്ത്രണം വെറുമൊരു സാങ്കേതിക തീരുമാനം മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ്. സുരക്ഷാ മുൻകരുതലുകൾ അനിവാര്യമാണെങ്കിലും ഈ നിയന്ത്രണങ്ങൾ വിപണിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന അസമത്വം ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുണ്ട്. ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എന്നിവയ്ക്കാണ് ഈ പുതിയ നിയമം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. UAEയുടെ സ്വന്തം വിമാന കമ്പനികളായ എമിറേറ്റ്സിനും ഫ്ലൈ ദുബായ്ക്കും തടസ്സമില്ലാതെ സർവീസ് നടത്താൻ സാധിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരുന്നു. ഇത് വ്യോമയാന മേഖലയിലെ ആരോഗ്യകരമായ മത്സരത്തെ നശിപ്പിക്കുകയും വിപണിയിൽ ഒരു വിഭാഗത്തിന് മാത്രം മേധാവിത്വം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ എയർലൈൻസുകൾക്ക് ലഭിച്ചിരുന്ന വലിയൊരു വരുമാന സ്രോതസ്സാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. ഇതിന്റെ ഫലമായി സർവീസുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുകയും ലഭ്യമായ സീറ്റുകൾക്കായി യാത്രക്കാർ തമ്മിൽ കടുത്ത മത്സരം നടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ടിക്കറ്റ് നിരക്കിലുണ്ടായ വർധനവ് കേവലം സാമ്പത്തികം മാത്രമല്ല, മറിച്ച് പ്രവാസികൾക്ക് താങ്ങാനാവാത്ത ഒരു ബാധ്യതയാണ്. 2 മാസം മുൻപ് വരെ സാധാരണക്കാരന് അനായാസം ലഭ്യമായിരുന്ന നിരക്കുകളിൽ നിന്നും 5 മടങ്ങിലധികം വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് ഏകദേശം 18,000 രൂപയ്ക്ക് ലഭ്യമായിരുന്ന ടിക്കറ്റിന് ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രം വെച്ച് നോക്കിയാലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വിലക്കയറ്റം ദുബായിലേക്ക് മാത്രം പരിമിതമല്ല എന്നതാണ് വസ്തുത. സൗദി അറേബ്യയിലെ റിയാദ്, ഖത്തറിലെ ദോഹ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള യാത്രകളെ ഇത് പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവിലയിലുണ്ടായ ആഗോള വർധനവും വിമാനങ്ങൾ സംഘർഷ മേഖലകൾ ഒഴിവാക്കി ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുന്നതും ചിലവ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാനയാത്രകൾ കേവലം വിനോദസഞ്ചാരത്തെ അല്ല ബാധിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് ഈ സാധാരണക്കാരായ പ്രവാസികളുടെ അധ്വാനത്തിൽ നിന്നാണ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ തേടി പോകാനോ അവധിക്ക് നാട്ടിലെത്തിയവർക്ക് കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത അവസ്ഥ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലിനെ പോലും ബാധിച്ചേക്കാം. ഒരു സാധാരണ പ്രവാസി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാസശമ്പളത്തിൻ്റെ പല മടങ്ങ് തുക ഒരു ടിക്കറ്റിനായി ചെലവാക്കേണ്ടി വരുന്നത് അയാളുടെ കുടുംബത്തിൻ്റെ അന്നത്തെയും വിദ്യാഭ്യാസത്തിൻ്റെയും ചെലവുകളെയാണ് കവർന്നെടുക്കുന്നത്. അടിയന്തര ചികിത്സകൾക്കോ മരണാനന്തര ചടങ്ങുകൾക്കോ നാട്ടിലെത്തേണ്ടി വരുന്നവരുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. വിമാന കമ്പനികൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ചെറിയൊരു ആശ്വാസമാണ്. എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഏപ്രിൽ 2 മുതലുള്ള ബുക്കിങ്ങുകളിൽ അധിക തുക ഈടാക്കാതെ യാത്രക്കാരുടെ തീയതി മാറ്റാൻ സൗകര്യം നൽകുന്നുണ്ട്. മെയ് 31 വരെയുള്ള യാത്രകളിൽ വിമാനം റദ്ദാക്കപ്പെട്ടാൽ യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന വാഗ്ദാനവും ആശ്വാസകരമാണ്. കൂടാതെ ജൂൺ 15 മുൻപായി ടിക്കറ്റുകൾ റീബുക്ക് ചെയ്യാനുള്ള സൗകര്യം പ്രവാസികൾ പ്രയോജനപ്പെടുത്തണം. എന്നിരുന്നാലും ഈ ഇളവുകൾ ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവിനെ മറികടക്കാൻ പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തി ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള അനുമതി നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പശ്ചിമേഷ്യയിൽ ആകാശം എപ്പോൾ ശാന്തമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. യുദ്ധഭീഷണികളും ഇന്ധന പ്രതിസന്ധിയും ആഗോള വ്യോമയാന രംഗത്തെ മാറ്റിമറിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് ഇന്ത്യയിലെ പ്രവാസി സമൂഹമാണ്. ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ ദീർഘദൂര റൂട്ടുകളെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഗൾഫ് ബന്ധം പോലെ അത്രമേൽ തീവ്രമായ ഒരു ജനകീയ ബന്ധത്തെ ഇത് ബാധിക്കുന്നത് വലിയൊരു സാമൂഹിക പ്രത്യാഘാതത്തിന് കാരണമാകും. ഈ വർഷത്തെ മെയ് മാസം അവസാനിക്കുന്നതോടെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി ലോകം. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ആകാശ സൗഹൃദം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താൻ രാഷ്ട്രീയവും സൈനികവുമായ സമാധാനം അനിവാര്യമാണ്. പ്രവാസികളുടെ കണ്ണീരും അധ്വാനവും വിലമതിക്കാനാകാത്തതാണെന്നും അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. വരാനിരിക്കുന്ന മാസങ്ങളിൽ വിമാന നിരക്കുകൾ സാധാരണ നിലയിലേക്ക് വരുമെന്നും പ്രവാസി കുടുംബങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. പശ്ചിമേഷ്യൻ മണ്ണിൽ സമാധാനം പുലരുന്നത് ആകാശപാതകൾ വീണ്ടും തുറക്കപ്പെടാനും ഇന്ത്യയുടെ വിദേശ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാനും കാരണമാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.